അവനൊക്കെ കൈ വെക്കുന്നടാ. പറയൂ. ഗർഭം. ആർക്ക്? ശിവാനിക്ക് ഗർഭമുണ്ട്. എന്റെ മുഖത്ത് നോക്കി ഗർഭം എന്നൊക്കെ പറഞ്ഞപ്പോഴേ കല്യാണം ഏതാണ്ട് സെറ്റായി പോണതേ ഉള്ളൂ. അപ്പൊ ചേച്ചിക്ക് സമ്മാനമായി ലഭിക്കുന്ന ഡീപ് പൂൾ കാർ ഷാമ്പു നൽകുന്ന ഒരു സമ്മാനം. ഹൃദയം സീരിയൽ നിത്യയെ ആക്രമിച്ച് കോമ സ്റ്റേജിലാക്കിയത് ആരാണ്? അറിയാവുന്നവർ കൈബക്കൂ. പ്രഭാവതി. കറക്റ്റ് ആൻസർ. നല്ലൊരു കൈഡി. സമ്മാനം. ചേച്ചിക്ക് സമ്മാനമായി ലഭിക്കുന്ന മുംതാസ് ഗോൾഡ് പ്രീമിയം ക്വാളിറ്റി ബിരിയാണി റൈസ് നൽകുന്ന ഒരു സമ്മാനം. സൂര്യ, എനിക്ക് നിങ്ങളോട് ഒരു ചോദിക്കേണ്ടത്. നിങ്ങൾ രണ്ടുപേരോടും നിങ്ങളുടെ ഒരു ഷൂട്ടിംഗ് എക്സ്പീരിയൻസ്, നിങ്ങളുടെ മറ്റു ആർട്ടിസ്റ്റുകളോടുള്ള ഒരു സഹവാസം, ഇടപെടലുകൾ, ആ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാം. ലൈക്ക് എ ഫാമിലി. നമ്മുടെ കുടുംബത്തിലേക്ക് കയറി പോകില്ലേ, അതൊരു ഫീലാണ്. ലൊക്കേഷനിലേക്ക് വരുമ്പോൾ എല്ലാവരായിട്ടും നല്ല കമ്പനിയാണ്. അതുപോലെ തന്നെ നമുക്ക് നല്ല കെമിസ്ട്രി വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റും എല്ലാ ആർട്ടിസ്റ്റുകളായിട്ടും. പറ്റിയ ആർട്ടിസ്റ്റ് ആണ്, ആപ്റ്റായിട്ട് ക്യാരക്ടേഴ്സ് ആണ് എല്ലാവരും ചെയ്തത്. ശരിക്കും നിന്റെ അമ്മ സോന ചേച്ചിയല്ലേ? അതെ. നിനക്ക് സോന ചേച്ചി ശരിക്കും ദേഷ്യമുണ്ടോ? ശരിക്കും ദേഷ്യമില്ല. ശരിക്കും എന്തെങ്കിലും നീ മനസ്സിൽ ഒളിപ്പിച്ച് വെച്ചിട്ട് ഞാൻ പറഞ്ഞ തിരുത്തേണ്ടി വരും. നാളെ ലൊക്കേഷൻ മുമ്പ് അവിടെ വെച്ചത് ഞങ്ങള് അടി ഉണ്ടാക്കാനാണോ? പിന്നെ ചെറുതായിട്ടൊന്ന് തീടാൻ നോക്കിയതാ. ഇനി അവിടെ ചോദിച്ചേടാ. അതേ ചോദ്യം നന്ദിനിക്കുട്ടി എടുത്ത് റിപ്പീറ്റ് ചെയ്യുക. എങ്ങനെയാണ് ആ ഒരു സെറ്റ് ഫാമിലി? എനിക്കും അങ്ങനെ തന്നെ. എല്ലാവരും ഭയങ്കര കംഫർട്ടബിൾ ആണ്. ആരും അങ്ങനെ പ്രശ്നക്കാരില്ല ശരിക്കും. അതായത് ചില ആളുകൾ ഒഴികെ. ചില ആളുകൾ പേര് പറഞ്ഞല്ലേ, ചില ആളുകളായിരുന്നു എനിക്ക് മനസ്സിലായി. അങ്ങനെ വേറെ പ്രശ്നക്കാരൊന്നുമില്ല, അങ്ങനെ ഈഗോ ക്ലാഷ് അങ്ങനെ ഒന്നുമില്ല. ഇതുവരെ എല്ലാം നന്നായി പോകും. ഹാപ്പി. യെസ്. സൂര്യ ടിവിയിലെ വളരെ ടോപ്പ് റേറ്റഡ് ആയിട്ടുള്ള ഒരു സീരിയലാണ് സ്വയംവര പന്തലാട്ടം. സെറ്റിലെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് ആരതാ? നന്ദിനിയുടെ സോനം ചേച്ചി. ആളിപ്പൊളി. സെറ്റിൽ നിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആരാ? കൃഷ്ണേട്ടൻ. അച്ഛൻ. ഓക്കെ, ശരി. അപ്പൊ ശരിക്കും അച്ഛൻ ഓക്കെ ആണല്ലേ? കമ്പനിയാണ്. അടുത്ത റൗണ്ടിലേക്ക് പോകുമ്പോ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അടുത്ത റൗണ്ടിൽ കൂടെ ചേച്ചി ഔട്ടായി കഴിഞ്ഞാൽ ഈ റൗണ്ടിൽ നിന്ന് പുറത്താവും കേട്ടോ, മത്സരത്തിൽ നിന്ന് പുറത്താവും. അടുത്ത ആൾക്ക് അവസരം കിട്ടും. ഓക്കെ, നമുക്ക് ലെവൽ 2 10,000 രൂപ വില മേടിക്കുന്ന വാട്ടർ പ്യൂരിഫയർ ഉണ്ട്, മിക്സർ ഗ്രൈൻഡർ ഉണ്ട്, ഇലക്ട്രിക് കെറ്റിൽ ഉണ്ട്. ഇലക്ട്രിക് കെറ്റിൽ, അതിന്റെ കൂടെ ഒരു അയൺ ബോക്സും എയർ ഫ്രയർ. കണ്ടല്ലോ, ഇവിടെ 2 വടിയുണ്ട്, ഇതിൽ കുറച്ച് ബിസ്ക്കറ്റ്സ് ഉണ്ട്. നിങ്ങൾക്ക് ഒരു കൈ മാത്രമേ ഉപയോഗിക്കാൻ സാധിക്കുള്ളൂ. ഒരു കൈ ഉപയോഗിച്ച് ഇത് പറ്റും, എനിക്ക് പറ്റുന്നായിരുന്നു, ഇപ്പൊ കൈ വയ്യാത്തോണ്ടാണ്. ഒരു ഇത് വെച്ചിട്ട് ഒരു ബിസ്ക്കറ്റ് എടുക്കണം, എന്നിട്ട് ഇവിടെ നമ്മൾ അടുക്കണം കേട്ടോ. ഏറ്റവും കൂടുതൽ സ്റ്റാക്ക് ചെയ്യുന്ന ആള് വിജയിക്കും. നിസാരൊക്കെ റെഡി? തേൻമൊഴി റെഡി? യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. അതെ, നന്നായിട്ട് കൈ അടിച്ചു കൊടുത്തേ. മറ്റേ കൈ ഒരു കൈ ഉപയോഗിക്കുള്ളൂ. ചേച്ചി ചൈനയിലായിരുന്നു, ജപ്പാനിലായിരുന്നു? സത്യം കറക്റ്റായിട്ട് ചെയ്യുന്നല്ലോ. അയ്യോ, എക്സ് ഗൾഫ്. ചേച്ചി അടിപൊളി. ഇനി തള്ളിയിടരുതേ. ഓക്കെ, പെട്ടെന്ന് അടിപൊളി. സൂപ്പർ. അടുക്കി വെക്കണം. കൈ അടിച്ചു കൊടുത്തേ. വെരി ഗുഡ്. ചേച്ചിക്ക് ഉറക്കം. വെരി ഗുഡ്. മറ്റേ കൈ എടുക്കുക. ഒരു 60-കാരിയോടുകൂടി നമ്മുടെ 20-കാരൻ മത്സരിക്കുകയാണ്. 10 9 8 7 ചുമ്മാ അവ എണ്ണി പഠിക്കുവാണ്. ചേച്ചി കേട്ടോ. 5 4 3 2 1 0. ടൈം അപ്പ് ചേച്ചി, ടൈം അപ്പ്. നമ്മളെ ഓക്കെ, നിങ്ങൾ കണ്ടോ ആരാ ജയിച്ചത്? 5. അടിപൊളി ചേച്ചി, അതൊക്കെ മതി. 8 ബിസ്ക്കറ്റ്. സമ്മാനം അടിച്ചിരിക്കുകയാണ്. നല്ലൊരു കൈയ്യടി. നമുക്ക് ഒരു റൗണ്ട് കൂടെ ബാക്കിയുള്ളൂ. ആ റൗണ്ടിലേക്ക് അംബിക ചേച്ചി പോണോ വേണ്ടോ തീരുമാനിക്കേണ്ടത് ഓഡിയൻസ് ആണ്. അതോ നമ്മുടെ പുറകിൽ നിൽക്കുന്ന നല്ല 2 സൂപ്പർ ചേച്ചിമാര്, അവർക്ക് 2 പേർക്ക് അവസരം കൊടുക്കണോ വേണ്ടോ? മാറണം ആഗ്രഹിക്കുന്നവർ കൈപൊക്കിക്കും. അംബിക ചേച്ചി പോയിട്ട് പുതിയ ആൾക്ക് അവസരം കൊടുക്കണം എന്നുള്ളവർ, പുതിയ ആൾക്കാർക്ക് അവസരം കൊടുക്കണം. ഇവിടെ സമരം വിളിക്കില്ലെങ്കിൽ. ഇത്രയും നേരം നമ്മോടൊപ്പം ചിരിച്ച് കളിച്ച് ഡാൻസ് കളിച്ച അംബിക ചേച്ചിയെ നമ്മൾ വെറും കൈയോടെ മടക്കി വിടത്തില്ല. മറിച്ച് നമ്മുടെ നന്ദിനിക്കുട്ടി നൽകുകയാണ് പാലക്കാടൻ നാച്ചുറൽ നെല്ലരി റൈസ്. അതുപോലെ തന്നെ വെയിറ്റിംഗ് ലിസ്റ്റിൽ ഇരിക്കുന്ന ആ 2 പേരെ നമുക്ക് സ്വാഗതം ചെയ്യാം. കം ഓൺ. കോഴിക്കോട് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഡിഷസിന്റെ പേര് പറയണം. ഏറ്റവും കൂടുതൽ ഡിഷസ് പറയുന്ന ആള് ജയിക്കും. 10 സെക്കൻഡ് ടൈം. ബിരിയാണി, അലുവ, വറുത്തകായി, ചിക്കൻ ബിരിയാണി, ചിക്കൻ തന്തൂരി, ചിക്കൻ കുഴിമന്തി,
ബിരിയാണി, പിന്നെ ചപ്പാത്തി, പൊറോട്ട, ഹൽവ, വറുത്തക്കായ, കൊട്ടക്കേക്ക്, പഴംപൊരി, പഴംപൊരി അല്ല പഴംപൊരി, ചേ പഴംപൊരി, ഉള്ളിവട, പരിപ്പ് വട, പൊക്കുവട. ഞാനൊരു കാര്യം പറയട്ടെ, ഒരു ചായക്കടയുടെ ഫ്രണ്ടിൽ പോയി നിന്ന് മടമടാന്ന് തിന്നാൻ അറിയാലോ. ഒന്ന് പറയാൻ പറ. ചപ്പാത്തി, പൊറോട്ട, ഈ ഉന്നക്കായൊക്കെ നിങ്ങളുടെ അല്ലേ? അരിക്കടുക്ക നിങ്ങളുടെ അല്ലേ? ഇതൊക്കെ കോഴിക്കോട് മാത്രം കിട്ടുന്നല്ലേ? അതൊക്കെ അല്ലേ പറയേണ്ടത്? ആ ഇതല്ലേ ഞങ്ങളെ ബീച്ചിലും ഉണ്ട്. ഞങ്ങളെ ബീച്ചിലുള്ള കോഴിക്കോടൻ ഹൽവ അത് പറഞ്ഞു. ആ പറഞ്ഞു. എന്നെ കരയിപ്പിച്ചപ്പോ മതിയായല്ലോ. നിങ്ങൾക്ക് റെസ്റ്റ് കിട്ടില്ലേ? വരൂ വാ. സംഭവം ചേച്ചി തന്നെ തോൽവി സമ്മതിച്ചു പോയിരുന്നു. നമ്മുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഇവിടെ വന്ന് സമ്മാനം കൊടുക്കുക. എന്റെ മോള് ശിശിര അവിടെ ഇരിക്കണ്ട, ഒന്ന് ഓളെ ഇങ്ങോട്ട് വിളിക്കോ. ശിശിരെ ഭാഷ, ശിശിരെ വിളിക്കും. ശിശിര സംസാരിക്കൂല, നടക്കൂല. നിങ്ങളൊക്കെ കാണാൻ വേണ്ടി വന്നല്ലോ, മത്സരിക്കാനൊന്നും വന്നല്ലോ. ഓളെ ഫാനാണ്, സൂര്യന്റെ നന്ദിനിന്റെ ഫാനാണ്. അടുത്തോട്ട് വന്നതിരി വാ. സംസാരിക്കും, നടക്കൂല. നിങ്ങളെ കാണാനായിട്ട് വന്നതാ. അമ്മ എന്റെ അടുത്ത് വന്നപ്പോ പറഞ്ഞൊരു കാര്യമാണ്, നമുക്ക് പോണതിന് മുന്നേ മോളുടെ കൂടെ ഒരു ഫോട്ടോ എടുക്കണം. നമ്മളെല്ലാരും ഒന്ന് പോസ്റ്റ് ചെയ്താൽ ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാം. അമ്മയും കൂടെ വാ. ചിരിച്ചേ. ഓക്കേ, ആടിപ്പോളേ. അമ്മക്ക് സന്തോഷായില്ലേ അമ്മ? ഇനി ഹാപ്പി ആയിട്ടിരുന്നോ കേട്ടോ, ഇരുന്നോ. അപ്പോ നമ്മുടെ പ്രിയപ്പെട്ട അമ്മയ്ക്ക് നമ്മൾ സമ്മാനം കൊടുത്തിരിക്കുന്നത് നന്നായിട്ടുണരാൻ 4 വിഷ് മാട്രസ് ഫോർ ഹെൽത്തി സ്ലീപ്പ് ആണ്. എന്റെ പേര് മഞ്ജു എന്നാണ്. ഞാൻ ഹരിതകർമ്മസേനയിൽ വർക്ക് ചെയ്യാണ്. അപ്പൊ മാഞ്ചി ചേച്ചി മത്സരിക്കാൻ വേണ്ടി പോകുന്നത് ഫൈനൽ റൗണ്ടിലാണ്, അതായത് ലെവൽ 3-ലാണ്. 30,000 രൂപയുടെ സമ്മാനങ്ങളാണ് മൈജി ഫ്യൂച്ചർ അടിച്ചു കയറി വായൽ. ഇതിൽ ജയിക്കുന്നവർക്ക് മൈജി ഫ്യൂച്ചർ അടിച്ചു കയറി വായൽ അടുത്ത ഒരു ലക്കി ഡ്രോയിലേക്ക് നമ്മൾ നീങ്ങുകയാണ്. നമ്മുടെ നന്ദിനി കുട്ടിയാണ് ആ ലക്കി ഡ്രോ എടുക്കുന്നത്. സ്വീറ്റ് നന്ദിനി. ദേവിക PV. ദേവിക PVക്ക് ഒരു സമ്മാനം കൊടുത്ത്. ഈസ്റ്റേൺ കറി പൗഡർ നൽകുന്ന ഈസ്റ്റേൺ 5 മിനിറ്റ്സ് കിടിലം ബ്രേക്ക്ഫാസ്റ്റ് ഈ കവറിലുണ്ട്. മോളെ ഉറപ്പായിട്ടും ട്രൈ ചെയ്യണം. ഫിനാലെ മത്സരം 30,000 രൂപ. ആരാണ് വിജയിക്കുന്നത് നമുക്ക് നോക്കാം. നിങ്ങൾക്ക് എന്താ ലഭിക്കാൻ പോണെന്ന് അറിയാലോ അല്ലേ? 30,000 രൂപ. 30,000 രൂപയുടെ സമ്മാനങ്ങളാണ്. എന്തൊക്കെയാണ്? ഒരു വാഷിംഗ് മെഷീൻ, വാട്ടർ പ്യൂരിഫയർ, മിക്സി, കെറ്റിൽ, എയർ ഫ്രയർ, അയൺ ബോക്സ്. നിങ്ങൾ ചെയ്യേണ്ടത്, ഞങ്ങൾ നിങ്ങളൊന്ന് കണ്ണു പൊത്തി ഒന്ന് കറക്കി വിടും. ഈ ബലൂൺസ് ഒക്കെ ചവിട്ടി പൊട്ടിക്കുക. ഏറ്റവും കൂടുതൽ ബലൂൺ പൊട്ടിക്കുന്ന ആൾക്കായിരിക്കും സമ്മാനം. And your time starts now. ചവിട്ടിക്കോ. 1 2 3 ഞങ്ങളാണ്, നീ 2 ആണ്. 4 5 ചവിട്ടിക്കോ. ഇങ്ങോട്ട് 6 ചേട്ടാ, ഈ സൈഡോ 7 ചവിട്ടിക്കോ. അത് പോയി. അടുത്ത പിടി. അതാ ചേച്ചിയുടെ കാലാണ്. ഇങ്ങോട്ട് വാ. 8 അത് പോയി. ഇത് ഫുട്ബോൾ അല്ല. ചവിട്ടി കൊല്ല്. അമ്മോ 8 നിൽക്കുകയാണ്. അഞ്ചായതേ ഉള്ളൂ. കിട്ടും. താഴെ നീ എന്തുവാണ്? 9 അതാ ഇവിടെ 5. ഇവിടെ പൊട്ടിക്ക്.